ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ആദ്യത്തെ 5 ശ്ലോകങ്ങൾ നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ മനസ്സിലാക്കി. ഇന്ന് 6ാമത്തെ ശ്ലോകം. ത്വത്സേവായാ വൈഭവാദ് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദേകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവർയം വ്യഥാസ്ത്വം. ത്വത്സേവായാ വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത് പദ ഏകാഗ്രസിദ്ധൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാഹ ത്വം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഗജേന്ദ്രൻ ആ ഒരു സരസ്സിലേക്ക് കളിക്കാനായി മറ്റ് പിടിയാനകളോടൊപ്പം ഇറങ്ങിയപ്പോൾ മുതല വന്ന് ഗജേന്ദ്രന്റെ കാലിൽ കടിച്ചതും നമ്മൾ കണ്ടു. അതിൻ്റെ ശേഷം എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ത്വത്സേവായാഹ വൈഭവാത്, ഭഗവത് ഭക്തി, ഭഗവാനിലുള്ള ഭക്തിയുടെ മഹത്വത്താൽ വത്സരാണാം സഹസ്രം 1000 വർഷം ദുർനിരോധം യുദ്ധ്യന്തം, അതായത് രണ്ടുപേരും, മുതലയും ഗജേന്ദ്രനും രണ്ടുപേരും വിട്ടുകൊടുക്കാതെ, ഒരു നീക്കുപോക്കില്ലാതെ എതിർത്ത് നിന്നു. മുതലയാണെങ്കിൽ പിടിവിടുന്നുമില്ല, ഗജേന്ദ്രൻ ആ പിടി വിടിയിക്കാൻ വേണ്ടിയും ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1000 വർഷം അവർ തമ്മിൽ എതിർത്ത് നിന്ന് അങ്ങനെയുള്ള തം ഹസ്തിവര്യം, അതായത് ആ ഗജേന്ദ്രനെ അവസാനം ത്വത് പദ ഏകാഗ്രസിദ്ധൈ, ഭഗവാനെ നിന്തിരുവടിയുടെ പാദങ്ങളിൽ ഏകാഗ്രത സിദ്ധിക്കുവാൻ വേണ്ടി കാലേ പ്രാപ്തേ, അതിനുള്ള സമയമായപ്പോൾ, കാലേ പ്രാപ്തേ സതി, അതിനുള്ള സമയമായി തീർന്നപ്പോൾ, ത്വം നിന്തിരുവടി, ഭഗവാനെ അങ്ങ് നക്രാക്രാന്തം, ആ മുതലയ്ക്ക് കീഴടങ്ങുന്നവനാക്കി വ്യഥാ ചെയ്തു എന്ന്. അതായത് ആന സ്വന്തം ശക്തി കൊണ്ട് 1000 വർഷം ശ്രമിച്ചുകൊണ്ടിരുന്നു മുതലയുടെ വായിൽ നിന്നും രക്ഷപ്പെടാൻ, ആ പിടി വിടിയിക്കാൻ. മറ്റു പിടിയാനകളൊക്കെ തന്നെ സഹായിക്കുമെന്നും കരുതി. അവരൊക്കെ ആ ജലത്തിൽ നിന്നും പുറത്തേക്ക് കയറിപ്പോയി. ഗജേന്ദ്രൻ മാത്രമായി അവശേഷിച്ചു. അതിനുശേഷം സ്വന്തം ശക്തി കൊണ്ട് കുറേ എതിർത്ത് നിന്നു. അവിടെയും ഗജേന്ദ്രൻ പരാജയപ്പെട്ടു. അവിടെയും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം ഗജേന്ദ്രൻ ആ മുതലയ്ക്ക് കീഴടങ്ങുന്നവനായി. അതായത് എനിക്കിനി രക്ഷയില്ല, ആരെ കൊണ്ടും എന്നെ രക്ഷിക്കാൻ കഴിയില്ല, എൻ്റെ സ്വന്തം ശക്തി കൊണ്ടും എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗജേന്ദ്രന്റെ മനസ്സിലെ ആ മുതലയ്ക്ക് കീഴടങ്ങുന്നവനായി, അതായത് ആ അനുഭവിക്കുന്ന ദുരിതത്തിന് കീഴടങ്ങുന്നവനായി തോന്നി എന്ന്. അതായത് സ്വന്തം ശക്തി പരാജയപ്പെടുന്നിടത്താണ് ഓരോരുത്തരും ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയം തേടുന്നത്. അതുവരെ മറ്റുള്ളവർ എന്നെ രക്ഷിക്കും, കൂടെയുള്ള ബന്ധുമിത്രാദികൾ രക്ഷിക്കും അല്ലെങ്കിൽ സഹായിക്കും, ഇനി ആരുമില്ലെങ്കിൽ സ്വന്തം ശക്തി കൊണ്ട് ഞാൻ ജീവിക്കും, ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ കരുതും. അവിടെയും പരാജയപ്പെടുമ്പോഴാണ് മറ്റാരുമില്ല, എൻ്റെ ശക്തിയും ക്ഷയിച്ചു എന്ന് തോന്നുന്നിടത്താണ് ആ ഒരു പരിപൂർണ ശരണാഗതി അടയാനുള്ള ഒരു മനസ്സ്, അതും ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്ക് ആ ഭഗവാനിൽ പൂർണ്ണ ശരണാഗതി അടയാനുള്ള ഒരു തോന്നൽ അപ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ ഗജേന്ദ്രനും, ഭഗവാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഗജേന്ദ്രന് വരുത്തിയത് ആ അഹം പൂർണ്ണമായും ശമിക്കാൻ, എൻ്റെ ശക്തി അത് പൂർണ്ണമായും ശമിക്കാൻ. കാരണം അത് പോലും ഭഗവാനാണ് ആ ശക്തി എന്ന് തിരിച്ചറിയുന്നിടത്ത് ഞാൻ എന്ന അഹങ്കാരം പൂർണ്ണമായും ശമിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഗജേന്ദ്രൻ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഗജേന്ദ്രനെ എത്തിച്ചത്. അങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് ഇനി രക്ഷയില്ലെന്ന് ബോധ്യം വരുത്തി ആ ഗജേന്ദ്രന് പൂർവ്വസ്മരണയുണ്ടാക്കി ഭഗവാനുള്ള ഭക്തി, ഭഗവാനേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ എന്ന ഒരു ഏകാഗ്രത ഉണ്ടാക്കി തീർക്കുകയായിരുന്നു ഭഗവാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ പ്രാരാബ്ധം ശമിച്ച് മുക്തി മാർഗത്തിലേക്ക് മനസ്സൂന്നുവാനും ഭഗവാന്റെ ഒരു അനുഗ്രഹം ആവശ്യമാണെന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്.
അതായത് സ്വന്തം ശക്തി ക്ഷയിക്കുമ്പോൾ ഇനി എനിക്ക് ഭഗവാനേ ഉള്ളൂ രക്ഷ എന്ന് ആ നിമിഷം ചിന്ത വരണമെങ്കിൽ, ഭഗവാനിലേക്ക് മനസ്സൂന്നാൻ, ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയാൻ ഒരുവന് തോന്നണമെങ്കിൽ പോലും ഭഗവത് അനുഗ്രഹം ആവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന് മേൽപ്പത്തൂർ ഇവിടെ പിന്നെയും പിന്നെയും പറഞ്ഞുറപ്പിച്ച് നമ്മുടെയൊക്കെ ശ്രദ്ധയെ ആ ഒരു തത്വത്തിലേക്ക്, ആ ഒരു സന്ദേശത്തിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ശ്ലോകം 7. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോത്ക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചൻ പൂർവാഭ്യസ്തം നിർവിശേഷാത്മനിഷ്ഠം സ്തോത്രശ്രേഷ്ഠം സോന്വഗാദിത് പരാത്മൻ. ആർത്തി വ്യക്ത പ്രാക്തന ജ്ഞാനഭക്തി ശുണ്ഡോത്ക്ഷിപ്തൈ പുണ്ടരീകൈ സമർച്ചയൻ പൂർവാഭ്യഃ തം നിർവിശേഷ ആത്മനിഷ്ഠം സ്തോത്ര ശ്രേഷ്ഠം സഹ അന്വഗാദീത് പരാത്മൻ. ഹേ പരമാത്മൻ, അല്ലയോ പരമാത്മാവായ ഗുരുവായൂരപ്പ, ആർത്തി വ്യക്ത, അതായത് താൻ അനുഭവിക്കുന്ന പീഡ, ആ ദുരിതം, ആ വേദന വർദ്ധിച്ചപ്പോൾ പ്രാക്തന ജ്ഞാനഭക്തി, അങ്ങനെ വേദന വർദ്ധിച്ചപ്പോൾ വ്യക്തമായ പൂർവജന്മത്തിലെ ജ്ഞാനഭക്തികളോടു കൂടിയ സഹ, അതായത് ആ ആന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് എന്നർത്ഥം. ആ ആനയായി ജനിച്ച് ഈ നിമിഷം അതീവ വേദന അനുഭവിച്ച് ശക്തിയൊക്കെ ക്ഷയിച്ച് എല്ലാം കൊണ്ട് സഹിക്കാൻ പറ്റാതെ നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വ്യക്തമായി പൂർവജന്മത്തിലെ ആ ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ ഭക്തിയുണ്ടല്ലോ, പരമാത്മാവിലുള്ള ആ ജ്ഞാനഭക്തി, ശരിയായ ഈശ്വരനെ അറിഞ്ഞുകൊണ്ടുള്ള ഭക്തി, അതാണ് ജ്ഞാനഭക്തി. ആ ഭക്തിയോടുകൂടിയ ആ ഇന്ദ്രദ്യുമ്നന്റെ ആ മനസ്സിലെ ആ ഭക്തി ഈ നിമിഷം ഈ ഗജേന്ദ്രന് ഓർമ്മ വന്നു. അങ്ങനെ ഗജേന്ദ്രൻ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്നും ഗജേന്ദ്രന്റെ അടുത്തേക്ക് എത്തുകയാണ്. ആ സമയത്ത് ശുണ്ഡോത് ക്ഷിപ്തൈഹി, തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച്, അതായത് ആ ഗജേന്ദ്രൻ വീണ് കിടക്കുന്ന പൊയ്ക താമര പൊയ്കയാണ്. അപ്പൊ ആ താമര പൊയ്കയിൽ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് എത്തിപ്പിടിച്ച് പുണ്ടരീകൈ സമർച്ചൻ, മേലോട്ടുയർത്തിയ താമരപ്പൂക്കളാൽ ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് ആ ഗജേന്ദ്രൻ അങ്ങ് പ്രാർത്ഥിച്ചു. പൂർവാഭ്യസ്തം, മുൻജന്മത്തിൽ അഭ്യസിച്ചിരുന്ന നിർവിശേഷ ആത്മനിഷ്ഠം, ആ നിർഗുണ പരബ്രഹ്മ ത്തെ പ്രതിപാദിക്കുന്ന സ്തോത്രശ്രേഷ്ഠം, ഉത്തമ സ്തോത്രം അന്വഗാതി, ഇത് ചൊല്ലിക്കൊണ്ടാണ് ഭഗവാനെ ആരാധിച്ചത് എന്ന്. അതാണ് പറഞ്ഞത്. ആ നിമിഷത്തിൽ, ആ ദുഃഖം അനുഭവിക്കുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഭഗവാനിൽ ശരണം പ്രാപിക്കാനുള്ള ഒരു അറിവ്, അതിനുള്ള ഒരു ബോധം ഉണ്ടാകാൻ വരെ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ. അല്ലാത്തവരൊക്കെ ആ നിരാശയിൽ അങ്ങ് മുങ്ങിത്താഴ്ന്ന് സ്വയം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഒരല്പം പോലും ഈശ്വര ചിന്തയില്ലാതെ, തന്നെ കൊണ്ടാവില്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയാൻ ആ സമയത്ത് തോന്നണമെങ്കിൽ അതിനു പോലും ഒരു ഈശ്വരാനുഗ്രഹം വേണം. ഈ നിമിഷം നമുക്ക് ഓർക്കാം പാഞ്ചാലിയെ കുറിച്ച്. ഒരു ഉദാഹരണമാണ് കേട്ടോ. ആ ഒരു രാജസദസ്സിൽ വെച്ച്, എല്ലാവരുടെ മുന്നിൽ വെച്ച് കൗരവരാൽ അപമാനിക്കപ്പെട്ട് വസ്ത്രാക്ഷേപം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷം പാഞ്ചാലി ആദ്യം വിചാരിച്ചത് 5 ഭർത്താക്കന്മാരെ ആയിരുന്നു. അവ ശക്തിമാന്മാരായ 5 ഭർത്താക്കന്മാരുള്ളപ്പോൾ തനിക്ക് ഒരു വിഷമവും സംഭവിക്കില്ല എന്ന വിശ്വാസമായിരുന്നു. അവിടെ ഭർത്താക്കന്മാർ 5 പേരും തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ആരുമില്ല ഇനി തന്നെ രക്ഷിക്കാൻ, താൻ ഇവിടെ അപമാനിക്കപ്പെടും, തന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് ആ ഒരു തോന്നൽ വന്നപ്പോഴാണ് പാഞ്ചാലി ഭഗവാനെ വിളിച്ചത്. പക്ഷെ ആ ഒരു ഒറ്റ വിളി കേട്ടപ്പോൾ തന്നെ ഭഗവാൻ അവിടെ എത്തി പാഞ്ചാലിയുടെ
പാഞ്ചാലിയെ സംരക്ഷിച്ചത് നമ്മളെല്ലാവരും ഓർക്കുന്നു അല്ലേ? അപ്പോൾ ആ ഒരു നിമിഷത്തിൽ ഈശ്വര സ്മരണ ഉണ്ടാവണമെങ്കിൽ പോലും ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. ഇവിടെ ഗജേന്ദ്രനായി ജനിച്ചത് നിഷ്കളങ്ക ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്യുമ്നനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുൻജന്മത്തിലെ ആ ഒരു ഭക്തി, അതിൽ സംപ്രീതനായിരുന്നു ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ഒരു ഗജേന്ദ്രനായി ജനിച്ച് ഈ ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട നിമിഷം ഗജേന്ദ്രന്റെ ഉള്ളിൽ ഭഗവത് സ്മരണയെ ഉണ്ടാക്കി കൊടുത്തത് പോലും ആ ഭഗവാൻ തന്നെയായിരുന്നു. അങ്ങനെ ഗജേന്ദ്രന്റെ വിളി കേട്ട് ഭഗവാൻ വന്നതും ഗജേന്ദ്രൻ ആ താമരപ്പൊയ്കയിൽ നിന്നും താമരപ്പൂക്കളെ പറിച്ചെടുത്തുകൊണ്ട് ഭഗവാന്റെ നേരെ നീട്ടിക്കൊണ്ട് മുൻജന്മത്തിലെ ആ സ്മരണ വന്നപ്പോൾ അന്ന് നിർഗുണ പരബ്രഹ്മമായ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പാടിയ ആ ഉത്തമ ശ്ലോകം, ആ ഉത്തമമായ സ്തോത്രം ചൊല്ലിക്കൊണ്ട് ഗജേന്ദ്രൻ ഭഗവാന്റെ നേർക്ക് താമരപ്പൂക്കൾ അങ്ങ് അർപ്പിച്ചുകൊണ്ടാണ് ഭഗവാനെ പ്രാർത്ഥിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശ്ലോകം 8. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദീനാഹമിത്യപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യവേഗാത് താർക്ഷ്യാരൂഢ പ്രേക്ഷിതോ ഭൂപുരസ്താത്. ശ്രുത്വാ സ്തോത്രം നിർഗുണസ്ഥം സമസ്തം ബ്രഹ്മേശാദേഹി ന അഹം ഇതി അപ്രയാദേ സർവാത്മാ ത്വം ഭൂരി കാരുണ്യ വേഗാത് താർക്ഷ്യാരൂഢഃ പ്രേക്ഷിതഃ അഭൂഹു പുരസ്താത്. നിർഗുണസ്ഥം സ്തോത്രം, നിർഗുണ പരബ്രഹ്മത്തെ പ്രതിപാദിക്കുന്ന സ്തോത്രം സമസ്തം ശ്രുത്വ മുഴുവനും കേട്ടിട്ട് ബ്രഹ്മേശാദേഹി ബ്രഹ്മാവ്, മഹാദേവൻ തുടങ്ങിയ ദേവന്മാർ അഹം ന ഇത് ഞങ്ങളെയല്ല സ്തുതിക്കുന്നത് എന്ന് ചിന്തിച്ച് ഇപ്രകാരം ചിന്തിച്ച് അപ്രയാതെ അവിടേക്ക് പുറപ്പെടാതെ ഇരുന്നപ്പോൾ സർവാത്മാത്വം സർവചരാചരങ്ങളുടെ ഉള്ളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ അങ്ങ് ഭൂരി കാരുണ്യവേഗാത് അത്യധികം ദയ കവിഞ്ഞൊഴുകുന്നവനായിട്ട് താർക്ഷ്യാരൂഢ ഗരുഡന്റെ പുറത്ത് കയറി പുരസ്താത് ആ ഗജേന്ദ്രന്റെ മുന്നിൽ പ്രേക്ഷിത പ്രത്യക്ഷനായി ഭവിച്ചു എന്ന്. അതായത് ഇവിടെ ഗജേന്ദ്രൻ പൂർവജന്മത്തിലെ ഇന്ദ്രദ്യുമ്ന രാജാവിന് ഈശ്വരൻ യഥാർത്ഥത്തിൽ ആ പരമപുരുഷൻ ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിലുള്ള ഒരേ ഒരു സത്യം ആ പരമാത്മാവ് മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞ് പരമാത്മാവായി കണ്ടുകൊണ്ട് ഭഗവാനെ അറിഞ്ഞിരുന്ന ആളായിരുന്നു ഇന്ദ്രദ്യുമ്നൻ. ആ ഓർമ്മ വന്നിട്ട് ഇവിടെ ഗജേന്ദ്രൻ ഭഗവാനെ ആ പരമാത്മാവായി കണ്ടുകൊണ്ട് ആ ഒരു പരമാത്മാവിനെ പ്രതിപാദിക്കുന്ന ഉത്തമ ശ്ലോകമാണ് ചൊല്ലിയത്, സ്തോത്രമാണ് ചൊല്ലിയത്. അപ്പൊ ആ സ്തോത്രം മുഴുവൻ കേട്ടുകഴിഞ്ഞപ്പോൾ ബ്രഹ്മദേവനും മഹാദേവനും പരമാത്മാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും ദേവിമാരും അതിൽ പെടും. പക്ഷേ ഒരു പ്രത്യേകമായിട്ട് ഒരു ബ്രഹ്മാവിനെയോ ഒരു മഹാദേവനെയോ അല്ല സ്തുതിച്ചത്. സർവ്വതിലും നിറഞ്ഞിരിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഒരേ ഒരു സൃഷ്ടാവായ പരമാത്മാവിനെയാണ് വിളിച്ചത്. അപ്പൊ ഇത് ഞങ്ങളെയല്ല, ഇപ്പൊ ബ്രഹ്മാവിന്റെ സ്തുതിയോ മഹാദേവന്റെ സ്തുതിയോ അല്ലല്ലോ ചൊല്ലിയത്. അതുകൊണ്ട് ഇത് ഞങ്ങളെയല്ല വിളിക്കുന്നത്, ഞങ്ങളെയല്ല സ്തുതിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ബ്രഹ്മാവും മഹാദേവനും ചിന്തിച്ചപ്പോൾ ഇവിടെ മഹാവിഷ്ണു സർവരുടെ ഉള്ളിലും സകലതിന്റെ ഉള്ളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ അങ്ങ് എല്ലാവരോടുമുള്ള ഒഴുകുന്ന ആ ദയ, ആ ഭക്തനോടുള്ള സ്നേഹ വാത്സല്യവും ദയയും കൊണ്ട് ഉടൻ തന്നെ ഗരുഡന്റെ പുറത്ത് കയറി ഗജേന്ദ്രന്റെ മുന്നിൽ വന്ന് പ്രത്യക്ഷനായി ഭവിച്ചുവല്ലോ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വെക്കുന്നത്. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ശ്ലോകം 9. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം വ്യധാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മാ. ഹസ്തീന്ദ്രം
തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യദാരിഃ ഗന്ധർവേ അസ്മിൻ മുക്തശാപേ സഹസ്തി ത്വത്സാരൂപ്യം പ്രാപ്യ ദേദീപ്യതേ സ്മ. ത്വം ഭഗവാനെ അങ്ങ് തം ഹസ്തീന്ദ്രം ആ ഗജേന്ദ്രനെ ഹസ്തപത്മേന ധൃത്വാ താമരപ്പൂ പോലെയുള്ള തൻ്റെ തൃക്കൈ കൊണ്ട് അങ്ങ് ഉദ്ധരിച്ചിട്ട്, അതായത് എടുത്തുയർത്തിയിട്ട്, ചക്രേണ നക്രവര്യം വ്യദാരി, ചക്രേണ സുദർശന ചക്രം കൊണ്ട്. അപ്പം ആനയെ ഇങ്ങോട്ട് ഉയർത്തുമ്പോൾ പിന്നാലെ കാലുമ്മ കടിച്ചുകൊണ്ട് മുതലയും വരുന്നുണ്ട്. അങ്ങനെ സുദർശന ചക്രം കൊണ്ട് നക്രവര്യം ആ മുതലയെ വ്യദാരി പിളർന്നു എന്നും. അസ്മിൻ ആ ഗന്ധർവൻ, അസ്മിൻ ഗന്ധർവേ ആ ഗന്ധർവന് അങ്ങനെ മുക്തശാപേ ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നപ്പോൾ അതോടൊപ്പം സഹഹസ്തി ആ ആനയാകട്ടെ ഭഗവത് സമാനമായ ത്വത്സാരൂപ്യം ഭഗവാന് സമാനമായ ദിവ്യരൂപത്തെ പ്രാപിച്ചിട്ട് ദേദീപ്യതേ സ്മ അത്യധികം ശോഭിച്ചുവെന്ന്. ഇവിടെ ഭഗവാൻ വന്ന് ആ ആനയെ, ആ ഗജേന്ദ്രനെ അങ്ങ് ഭഗവാന്റെ ആ താമരപ്പൂ പോലെയുള്ള തൃക്കൈകൾ കൊണ്ട് അവനെ അങ്ങ് പിടിച്ചു ഉയർത്തിയപ്പോൾ പിന്നാലെ മുതലയും വരുന്നു. അപ്പോൾ സുദർശന ചക്രം ഉപയോഗിച്ച് മുതലയെ അങ്ങ് പിളർത്തി. അതോടെ ആ ഹൂഹു എന്ന ആയിരുന്നല്ലോ മുതലയായി ജനിച്ചത്. ആ ഗന്ധർവന് ശാപത്തിൽ നിന്ന് മുക്തനായി തീർന്നു. അതോടൊപ്പം ഗജേന്ദ്രനാകട്ടെ ഭഗവാന് സമാനമായിട്ടുള്ള ഭഗവാന്റെ, അതായത് വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാർഷദന്മാർ ഭഗവാന് അതേ രൂപത്തിൽ തന്നെയാണ്, ഭഗവാന്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഭഗവാന്റെ പാർഷദന്മാർ ഉണ്ടാവുക. അതാണ് സാരൂപ്യം എന്ന് പറയുന്നത്. ഭഗവാന്റെ അതേ രൂപം, അങ്ങനെയുള്ള ആ ദിവ്യ രൂപത്തെ പ്രാപിച്ചിട്ട് ഭഗവാന്റെ പാർഷദനായിട്ട് അത്യധികം അവിടെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം 10. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇത്യുക്തേനം തേന സാർദ്ധം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാദാലയേശ. ഏതത് വൃത്തം ത്വാം ച മാം ച പ്രഗേയഃ ഗായേത് സഹ അയം ഭൂയസേ ശ്രേയസേ സ്യാത് ഇതി ഉക്ത്വാ ഏനം തേന സാർദ്ധം ഗതഃ ത്വം ധിഷ്ണ്യം വിഷ്ണോഃ പാഹി വാദാലയേശ. ഏതത് വൃത്തം ഈ കഥ, ഗജേന്ദ്രമോക്ഷം കഥയും, ത്വാം ച മാം ച അത് പാരായണം ചെയ്ത് നിന്നെയും എന്നെയും ഗജേന്ദ്രനെയും ഭഗവാനെയും യഹ ആരാണോ പ്രഗേ ഗായേത് പ്രഭാതത്തിൽ പ്രകീർത്തിക്കുന്നത്, ഈ സ്തോത്രം ചൊല്ലി മനസ്സിൽ സ്മരിച്ച് പ്രകീർത്തിക്കുന്നത്, സഹ അവൻ അയം ഭൂയസേ ശ്രേയസേ ഉത്തമമായ ശ്രേയസ്സുള്ളവനായി മാറും. സ്യാത് ഇതി ഇപ്രകാരം അവനോട് ഏനം ഉക്ത അതായത് അവനോട് അരുളി ചെയ്തിട്ട്, തേന സാർദ്ധം അവനോടുകൂടി ഗജേന്ദ്രനോടുകൂടി, ധിഷ്ണ്യം ഗതഃ സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയ ത്വം നിന്തിരുവടി ഭഗവാനെ അങ്ങ്, ഹേ വാദാലയേശ അല്ലയോ സാക്ഷാൽ മഹാവിഷ്ണുവായ ഗുരുവായൂരപ്പ വിഷ്ണോഹോ മാം പാഹി ഈ ഉള്ളവനെ കൂടി രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രാർത്ഥനയും. അപ്പോൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഗജേന്ദ്രമോക്ഷം കഥ ജപിച്ച് നിന്നെയും ആ ഗജേന്ദ്രനെയും ഭഗവാനെയും ആരാണോ സ്മരിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ജപിച്ച് പ്രകീർത്തിക്കുന്നത് അവൻ ഉത്തമമായ ശ്രേയസ്സുള്ളവനായി തീരും എന്ന് ഭഗവാൻ ഗജേന്ദ്രനോട് അരുളി ചെയ്തിട്ട് അവനെയും കൂട്ടി, ഭഗവാന്റെ അതേ രൂപത്തിൽ നിൽക്കുന്ന അവനെയും കൂട്ടി സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് എഴുന്നള്ളിയല്ലോ എന്ന്, അങ്ങനെ തന്നെയും രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയും കൂടിയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗജേന്ദ്രമോക്ഷം കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, ജീവിതത്തിലെ ദുരിതങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മെ തന്നെ ഉദ്ധരിക്കാനായി ഭഗവാൻ നൽകുന്നതാണ് എന്ന്
അറിയുന്നിടത്താണ് നമുക്കതിനെ ബാലൻസ്ഡ് ആയിട്ട് നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു വിഷമിച്ചിരിക്കുന്നവന് അതിനെ ബാലൻസ് ചെയ്ത് കടന്നു പോവാനായിട്ട് സാധിക്കില്ല. എല്ലാ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും അത് എന്നെ ഉദ്ധരിക്കാൻ, ഇപ്പോൾ ഗജേന്ദ്രനെ പിടിച്ചുയർത്തിയതുപോലെ ഉദ്ധരിക്കാൻ എനിക്ക് ഭഗവാൻ നൽകുന്നതാണ്, ദിവ്യ അനുഗ്രഹമാണ് ഈ പരീക്ഷണം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്കതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ. അതിനും ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ എന്നും കൂടി മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്.